ഡയറക്ഷനും സ്ക്രിപ്റ്റിംഗ് എല്ലാം അടിപൊളി. അത് ഒരു ക്വസ്റ്റ്യനേ അല്ല, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നാവാൻ ഇനിയും ടൈം എടുക്കുന്നില്ല. മമ്മൂക്കയില്ല. ഇപ്പൊ എനിക്ക് പ്രസന്റിൽ നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് സമയം പിടിക്കും. കേട്ടുകേൾവിയുള്ള ആ ഒരു ക്യാരക്ടർ വരുന്നത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല, അടിപൊളി കാണണം. ഇപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓസ്ലർ അത് ജയറാമിന്റെ നല്ലൊരു തിരിച്ചുവരവ്, അങ്ങനെ വേണം പറയാൻ. മെഡിക്കൽ ത്രില്ലറാണ്, നല്ല സിനിമ. മൂവി നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ടീമിൻ്റെ കൂടെ പടം കാണാൻ പറ്റിയതിൽ. അപ്പം ഹോസ്റ്റലിൽ എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ മാസും എല്ലാ ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. സോ ഹോസ്റ്റലിലെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഏത് ഹോസ്റ്റലറോ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അടിപൊളി ട്വിസ്റ്റാണ്, ട്വിസ്റ്റിന്റെ ചാകരയാണ്. അടിപൊളി തകർത്ത് അഭിനയിച്ച പടം ഇതായി. ഒരു പുതിയൊരു വേറൊരു നടനും കൂടിയുണ്ട്, ജയറാമിന്റെ കമ്പാർട്ട്മെന്റ് PX എല്ലാം തകർത്ത്. എല്ലാം പൊളിച്ചെടുക്കും. മെഡിക്കൽ ത്രില്ലറാണ്, നല്ല സിനിമ. നന്നായിട്ടുണ്ട്, അടിപൊളി. പ്രതീക്ഷ എത്ര അടിപൊളി സൂപ്പർ അടിപൊളി. ജയറാമിന്റെ തിരിച്ചറിവ് പറയാനില്ല. കിടിലം പടമാണ്, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഐറ്റം. ജയറാമിന്റെ തിരിച്ചുവരവ് അതേപോലെ തന്നെ എടുത്തു പറയാനല്ല, അത് ത്രില്ലടിച്ച് വേണം ഞാൻ പൊളിക്കാണ്. കാരണം ഡയറക്ഷനൊക്കെ പിന്നെ ക്യാമറ വർക്ക് ചെയ്തത് നല്ല രസമുണ്ട്. അതേപോലെ തന്നെ മമ്മൂക്ക ഇതിലുണ്ടോ എന്നുള്ള ചോദ്യം, അത് ഞാനിവിടെ പൊളിക്കാണ്. മമ്മൂക്ക ഉണ്ട്, വെറുതെ ഹൈപ്പാണ്, കാണാനുള്ളത്. സെക്കൻഡ് ഹാഫ് ഒക്കെ എല്ലാം സൂപ്പറാണ്. അത് കണ്ട് പറയണം, അത് നമ്മളൊന്നും പറയണില്ല. നല്ല മൂവിയാണ്, അടിപൊളി മൂവിയാണ്. മമ്മൂക്കയില്ല. സിനിമയാണ് വേറെ നാളായിട്ട് മലയാളം മിസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. ഒത്തിരി നന്നായിട്ടുണ്ട്, നല്ല പടം. ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്, ശരിക്കും തിയേറ്ററിൽ തന്നെ കാണണം. ജയറാം സൂപ്പർ. പടം അടിപൊളിയായിരുന്നു. പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും പിന്നെ ഇപ്പം ഫസ്റ്റ് ഷോ വന്ന് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഒരുപാട് ആളിക്കത്തുന്ന രംഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ആ ഒരു ത്രില്ല് സസ്പെൻസ് പുള്ളി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും പോയി കാണണം. ഇതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റിംഗ് എല്ലാം അടിപൊളി. അത് ഒരു ക്വസ്റ്റ്യനേ അല്ല, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ എനിമോർ. അദ്ദേഹം ഹീസ് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ആസ് എ ബ്രാൻഡ്. ജയറാമേട്ടൻ്റെ അദ്ദേഹം പോയിട്ടില്ല ഒന്നാമത്. പിന്നെ വേറൊരു സാധനം പുള്ളി അടിപൊളിയായിട്ട് പിടിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ജയറാമേട്ടൻ്റെ ഞെട്ടിക്കുന്ന ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. ഒരു ക്രൈം ത്രില്ലർ, കുറച്ച് നല്ല ഇമോഷൻസ് ഉണ്ട്, കുറച്ച് ഡ്രാമയുണ്ട്. ഇറ്റ്സ് എ ക്ലാസിക് വൺ. ഇതെൻ്റെ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടർ. ഞാൻ സ്റ്റാർട്ടിങ് വന്നത് തൃശ്ശൂർ പെരൂർ വൃത്തത്തിലൊരു കോൺസ്റ്റബിൾ ക്യാരക്ടർ ചെയ്തിട്ടാണ്. അതിനുശേഷം ഇരട്ട SP, ഇതിനുശേഷം ഇപ്പോൾ ദിവ്യ SI ആയിട്ട്. എനിക്കൊന്ന് 3 ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ഫീൽ ചെയ്യണു. ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് പറയും. ത്രൂ ഔട്ട് ഇവിടെ നടന്നും ഷൂട്ടിംഗ് ടൈമിൽ എല്ലാം അറിയാവുന്നതുകൊണ്ട് ത്രില്ലടിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നാവാൻ ഇനിയും ടൈം എടുക്കുന്നിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഓൾമോസ്റ്റ് അറിയാമല്ലോ. ത്രില്ലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തപ്പോൾ ഉള്ള ത്രില്ല് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ ആദ്യമായിട്ട് കാണുന്നവർക്കുള്ള ത്രില്ല് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ കണ്ടോളാം, നിങ്ങൾക്കറിയാലോ ത്രില്ലടിച്ചു. അല്ല, ഞാൻ 95 ബാച്ചാണ്. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 1995 ബാച്ചാണ്. 39 ബാച്ച് എന്നാണ് പറയുക. പിന്നെ കഥ കുറച്ചുകൂടി പുറകിലോട്ടുള്ള കാലഘട്ടത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വളരെ അതിനകത്ത് സ്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സായി മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചവരെങ്കിലും നന്നായിട്ട് എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, നമ്മളിങ്ങനത്തെ ഒരു ഡ്രീം ടീമായിരുന്നു ഈ പടത്തിൻ്റെ ടീം. ഇപ്പോൾ മിഥുൻ ചേട്ടനാണെങ്കിലും ഇതിലെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസിപ്പായി, രജീഷ് വിജയൻ, അലൻ, ബേസിൽ, ഇവരൊക്കെ തന്ന ഒരു എനർജി ഉണ്ട്. അത് നമ്മൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ തന്നെ ഓരോ ആക്ടേഴ്സും അവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഓരോ ദിവസവും ശ്രമിച്ച് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക്
ഞാൻ എന്താ പറയുക തരിച്ചു നിൽക്കുകയാണ്. എനിക്ക് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അടിപൊളിയാണ് പടം. മമ്മൂക്ക, ജഗദീഷ് ഏട്ടൻ, ജയറാമേട്ടൻ ഇവരുടെയൊക്കെ വേറെ ലെവൽ, വേറെ പെർഫോമൻസ് പടമാണ്. അടിപൊളിയായിരുന്നു. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിച്ചതാണ്. സെക്കൻഡ് സ്കെഡ്യൂളാണ് എന്നെ വിളിക്കുന്നത്. സോ ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഇപ്പോൾ എനിക്ക് പ്രസൻറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് സമയം പിടിക്കും. എബ്രഹാം ഓസ്ലർ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററിലാണ്. എടുത്തു പറയേണ്ടത് കുറേ ആൾക്ക് ശേഷം നമ്മുടെ ചേരാൻ വേണ്ട ഒരു കംബാക്ക്. അതൊരു നല്ലൊരു ക്യാരക്ടർ പുള്ളിക്ക് പേ ചെയ്യാൻ കിട്ടി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഒരു ഹൈപ്പ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ കേട്ട് കേൾവിയുള്ള ആ ഒരു ക്യാരക്ടർ വരുന്നത്. ആരാന്ന് ഞാൻ പറയുന്നില്ല, അടിയിലുണ്ടെന്ന് കാണണം. അത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ ഒരു ക്യാരക്ടർ ആ ഒരു ആക്ടർ ചെയ്തപ്പോൾ അതുണ്ടായ ഒരു ഇമ്പാക്റ്റ് തീരെ അടിപൊളിയായിരുന്നു. ഓസ്ലർ അത് ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്, അങ്ങനെ വേണം പറയാം. പിന്നെ പടത്തിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ BGM ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്ഷൻ ആയാലും കൊള്ളാം. പിന്നെ ഇതിൻ്റെ കഥയാണ് ഈ പടത്തിൻ്റെ മെയിൻ കാതൽ, അങ്ങനെ വേണം പറയാം.